ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫിഷ് ടാങ്കാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതായത് പഴയ ടയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാറിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കളയുന്ന ടയറിനല്ല, കട്ടയൊക്കെ തീർന്നിട്ട് ആ ഒരു ടയർ ഉപയോഗിച്ച് ഒരു വെറൈറ്റി ഫിഷ് ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗപ്പി അതുപോലത്തെ മീനൊക്കെ നമുക്ക് വളർത്താനായിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഫിഷ് ടാങ്കിന് മാത്രമല്ല, അതുപോലെ നമുക്ക് ചെടിച്ചട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതൊരു പഴയ ടയറാണ്. നമ്മൾ കാറിൽ യൂസ് ചെയ്ത് കട്ടയൊക്കെ തീർന്ന് പഴയ ടയറാണ്. അപ്പോൾ ഈ ഒരു ടയറാണ് നമുക്ക് വേണ്ടത്. ബൈക്കിന്റെ ടയർ പറ്റില്ല, നമുക്ക് കാറിന്റെ ടയർ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തേഞ്ഞ ടയറാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിക്സാഗ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു വി ഷേപ്പിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം മുഴുവനായിട്ട് നമ്മൾ സിക്സാഗ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോക്കില്ലാത്ത നമ്മൾ ക്രയോൺ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. കാരണം അത്ര തെളിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്യണം. അതായത് കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയിൽ കത്തിയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഉണ്ടോ, ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കമ്പികളൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഈ ഒരു പീസ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, നല്ല മൂർച്ചയുള്ളതാണെങ്കിൽ സിമ്പിളാണ്, പക്ഷെ ഇത് വലിയ മൂർച്ച കുറവാണ്. ഞാനും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു പീസ് വരും. ഈ ഒരു പീസ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. അതിന്റെ മുകളിലാണ് നമ്മുടെ അക്വേറിയം വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം കണ്ടോ ഇതുപോലെ കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മറിച്ചെടുക്കണം. അതായത് ഇതിന്റെ ഉൾഭാഗം നമുക്ക് പുറത്തേക്കാക്കി എടുക്കണം. അതായത് എന്നാലാണ് നമ്മുടെ ഫിഷ് ടാങ്ക് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതായത് അതിനായിട്ട് നമ്മൾ ഈ ടയർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് മറിച്ചെടുക്കാം. അവിടെ നമ്മൾ ചവിട്ടി നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മറിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളുണ്ടോ ഈ സൈഡിലെ കട്ട് ഉണ്ടോ, ഇത് തേഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്ത് തരണം. കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സിമ്പിളായിട്ട് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മറിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് ചെത്തി കളയണം, എന്നാലാണ് സിമ്പിളായിട്ട് മറിഞ്ഞു വരുള്ളൂ. പക്ഷെ ശരിക്കും തീർന്ന ടയറാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ചുറ്റും മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറിച്ച് നോക്കാം, മറിയോന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് മറിച്ചെടുത്ത്, അപ്പോൾ മറിക്കുന്ന സമയത്ത് നമ്മൾ കാലുകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ട് നമുക്ക് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ മറിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ടയർ നോക്കി നമ്മുടെ ഫിഷ് ടാങ്ക് രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്കായില്ലേ. ഈ നമ്മൾ ആദ്യം മറിച്ച ഈ പീസ് ഉണ്ട്, ഇതിന്റെ പുറത്താണ് നമ്മൾ അക്വേറിയം വെക്കുന്നത്. കണ്ടോ, അപ്പോൾ നോക്കി നല്ല ലുക്കായിട്ടുണ്ട്. അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി നമ്മൾ ഈ ഹോൾ അടിക്കണം. അതിന്റെ ഹോളുണ്ടോ, ഈ ഹോള് നമുക്ക് അടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫൈബറിന്റെ എന്തെങ്കിലും പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അതിനായിട്ട് ഇത് എംസാൻഡും സിമെന്റും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് മിറ്റിലിട്ട് ഒന്ന് കോൺക്രീറ്റ് ആക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ ആ ഹോൾ അടിക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫിഷ് ടാങ്ക് നമ്മൾ ടയർ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ അകത്ത് വല്ല കമ്പിയുടെ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു കമ്പിയുടെ പീസ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പരുക്കം ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറിയ സിമെന്റ് തളിച്ച് നമ്മളൊന്ന് ലെവൽ ചെയ്തെടുത്തു. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 3-4 ദിവസമെങ്കിലും പിടിക്കും. സെറ്റ് ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ സംഭവം പൊട്ടിപ്പോവും. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 3-4 ദിവസമെങ്കിലും നമുക്കിത് വെക്കണം. ഓക്കെ, എന്നിട്ട് നല്ല സെറ്റ് ആയിട്ട് വേണം നമുക്ക് ഇനി പെയിന്റ് ഒക്കെ അടിച്ച് നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയാക്കി എടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. ഈ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. 2 ദിവസമായപ്പോൾ തന്നെ നമ്മുടെ കോൺക്രീറ്റ് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ അക്വേറിയം ഒന്ന് കുറച്ചുകൂടി അടിപൊളിയാക്കി എടുക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് ഒരു കിടലായില്ലേ. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കാം. ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കുന്ന ഈ നമ്മുടെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു റെഡ് പെയിന്റ് ആണ്, ബാലൻസ് ഇരുന്നാണ്. അപ്പൊ അതാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പെയിന്റ് അടിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമുണ്ടോ, ഈ മേൽഭാഗത്തും റെഡ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെ വയ്ക്കുന്ന ഒരു പീസും റെഡ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഡ് പെയിന്റാണ് അടിച്ചടിക്കുന്നത്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. നമ്മൾ ചുമ്മാ ഒരു കുറച്ചുകൂടിയും ഫുള്ളായിട്ട് റെഡ് അടിച്ച വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ലുക്ക് അങ്ങ് മാറിയില്ല നമ്മുടെ ഫിഷ് ടാങ്കിന്റെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെഡ് അടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ റെഡ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെയിന്റ് അടിക്കുന്നില്ല. ഇനി നമ്മൾ അടിയിലടിക്കുന്ന ആ ഒരു പീസിലാണ് പെയിന്റ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് റെഡ് അടിച്ച ഒരു കലമ്പായി പോകും. വേറെ എന്തെങ്കിലും പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ റെഡ് ഉള്ളതുകൊണ്ട് നമ്മൾ റെഡ് ഇപ്പോൾ ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ അടിയിലത്തെ പീസ് ഉണ്ട്, അതിലും കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പീസിനും കൂടിയാണ് റെഡ് അടിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മളതിൻ്റെ അടിയിൽ വെക്കുന്ന പീസാണ്. അപ്പം മേളിലെ അടി താഴെ കൂടി ഈ ഒരു കളർ ഒരു അടിപൊളിയായിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു പീസിനും കൂടി നമ്മൾ റെഡ് അടിച്ചു കൊടുക്കാണ്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 പീസിൽ നമ്മൾ റെഡ് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? മൊത്തത്തിൽ ഇടുപ്പായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് റെഡ് അടിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ ഈ 2 പീസിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ പെയിന്റും കാര്യങ്ങളൊക്കെ ഒടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കിഡുമായിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ടാങ്ക് ഒരു വെറൈറ്റി ആയില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം. നമ്മൾ മീൻ വളർത്താൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. അടുത്തായിട്ട് നമുക്ക് പായലൊക്കെ ഇട്ടൊന്ന് നമ്മുടെ ഫിഷ് ടാങ്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് പായലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം. നമ്മൾ ഗപ്പീനെ വളർത്താൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മൾ ഗപ്പീനെയാണ് ഇടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിഷ് ടാങ്ക് എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ, കിഡിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. നമുക്കിത് ഫിഷ് ടാങ്കിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്കിത് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ പഞ്ചറയുടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ പഴയ ടയർ കിട്ടും. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ചെടിയൊക്കെ നടാവുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. നമുക്കിപ്പോൾ ചെടിച്ചട്ടിക്ക് വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലേക്കൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇസ്മി അർഷാദ് സൈനിങ് ഔട്ട്.